എച്ച് സലാം MLA കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എച്ച് സലാം, ഒരുപക്ഷെ നേരത്തെ തന്നെ ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. അതായത് 1 മണിക്കൂർ 52 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം പോലും ഒഴിവാക്കിയില്ലെന്ന തരത്തിലാണ് ആദ്യത്തെ ധ്വനി ഉണ്ടായത്. പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ക്യാബിനറ്റ് പാസ്സാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആദ്യത്തേതാണ് ധനകാര്യ ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന കേന്ദ്ര നിലപാടുകളെക്കുറിച്ച്. അതോടൊപ്പം തന്നെയാണ് ബില്ലുകൾ അനന്തമായി പിടിച്ചു വെക്കുന്ന ഗവർണർമാരുടെ നിലപാടിനെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ നിയമ പോരാട്ടത്തെക്കുറിച്ച്. ഈ ഭാഗങ്ങൾ ഒഴിവാക്കി മുൻകാല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ളവർ ചെയ്തു തന്നെയാണ് വിശ്വനാഥ് ആർലേക്കറും ചെയ്തിരിക്കുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ഗവർണറുടെ ഈ നടപടിയെക്കുറിച്ചും അതിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗവും? ആ നയപ്രഖ്യാപന പ്രസംഗം ഇതുകൂടി ചേർത്താണ് ഔദ്യോഗിക രേഖയായി മാറുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തല്ലോ. ഇതിലൂടെ വ്യക്തമാകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും രാഷ്ട്രീയമായ നിലപാടിന്റെ തെളിമയാണ് ഈ ഗവർണർ കാട്ടിയ സമീപനത്തിലൂടെ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളം നേരിടുന്ന ഏറ്റവും ഗൗരവമായ 2 പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ തരമുള്ള 2 പ്രശ്നങ്ങളാണ്. അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് സാമ്പത്തികമായി നമ്മൾ ഞെരുക്കുന്ന പ്രശ്നം. അതിന്റെ നിലപാടുകൾ കൃത്യമായി നമ്മുടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൃത്യമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നയപ്രഖ്യാപനത്തിൽ, സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനമായി കേരളം അറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഉയർന്നു പ്രഖ്യാപിക്കേണ്ട പ്രശ്നമാണ് അതിന്റെ ഭാഗമായി പറഞ്ഞത്. അത് ഫെഡറൽ സംവിധാനത്തിന്റെ പരിപൂർണമായ ലംഘനമായിട്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഒഴിവാക്കപ്പെട്ട ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ല് അതിന് അംഗീകാരം കൊടുക്കുക എന്ന ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാത്ത ഗവർണർമാരുടെ സമീപനത്തെ തുറന്നു കാണിക്കുന്ന നിലപാടാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഇത്രയേറെ ബില്ലുകൾ ഇങ്ങനെ പെൻഡിങ് വെക്കുകയും അത് സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് ഉൾപ്പെടെ എത്തപ്പെട്ട ഘട്ടത്തിൽ അതെടുത്ത് ഒരുമിച്ച് കൂട്ടി രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് മാറിയത്. ഇന്നത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ 2 കാര്യങ്ങൾ നിരന്തരമായി കേരളത്തിലെ ഗവൺമെന്റ് രാഷ്ട്രീയമായ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തു പോലും 2 പ്രശ്നങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് വെളിവാക്കപ്പെടുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ നയപ്രഖ്യാപനത്തിന്റെ സുപ്രധാനമായ ഭാഗമാണ്. അത് രാഷ്ട്രീയമായ ഒരു കണ്ണോടുകൂടിയാണ് ഗവർണർ അതിന്റെ ഭാഗത്തു നിന്ന് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം വന്നത്. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിനിഷിംഗ് സെന്റൻസോടുകൂടി പറഞ്ഞ ഭാഗം അങ്ങനെ ഗവൺമെന്റ് കരുതുന്നു എന്ന ഒരു വാചകം കൂടി അഡീഷണലായി ചേർക്കുന്ന സാഹചര്യവും കൂടി വന്നു എന്നുള്ളതാണ്. ഇതിനു മുമ്പും ഗവർണർമാർ പ്രസംഗത്തിന്റെ ഭാഗം വായിക്കാതെ പോയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കൂട്ടിച്ചേർക്കപ്പെട്ടത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഗവർണറുടെ ഭാഗത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ക്യാബിനറ്റ് തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം അത് വായിച്ച് അവതരിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഗവർണർക്ക് നിർവഹിക്കാനുള്ളത്. എന്നാൽ അതിന് വ്യത്യസ്തമായ ഒരു വ്യതിചലനമാണ് ഗവർണർ ഇക്കാര്യത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എച്ച് സലാം, ഒരുപക്ഷെ നമുക്കറിയാം ഈ ബില്ലുകൾ ദീർഘമായി പിടിച്ചു വെക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായൊരു വിഷയം, സംസ്ഥാന മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ നയമാണ്, ജനങ്ങൾ അറിയേണ്ട നയമാണ്. അത് പറയാതിരിക്കുക, കൂട്ടിച്ചേർത്തലുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ അത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും തന്നെയാണ്. ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് പോലെ അതിനേക്കാൾ ഗുരുതരമായ ഒരു കുറ്റം. ഇതിനകത്ത് അത് തന്നെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഒന്ന്, ഗവർണർക്ക് എത്രമാത്രം അധികാരം ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കപ്പെടുന്ന സന്ദർഭമാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിസഭ തയ്യാറാക്കുന്ന പ്രസംഗത്തിന് വ്യത്യാസപ്പെടുത്താൻ ഒരു സെന്റൻസ് പോലും മാറ്റാൻ യാതൊരു അധികാരവും ഗവർണർക്കില്ല. അത് ഭരണഘടനാപരമാണ്. ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്ന കാര്യം ഭരണഘടനാപരമായ കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ രാഷ്ട്രീയമായ ഒരു താല്പര്യം വെച്ചല്ല പറയുന്നത്. ഭരണഘടനയെ, അതിന്റെ മൂല്യങ്ങളെ, അതിന്റെ തത്വങ്ങളെ, അതിന്റെ രീതികളെയൊക്കെ പാലിക്കാൻ ബാധ്യതപ്പെട്ടവർ സർക്കാരിന് ഉത്തരവാദിത്വമുള്ള പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ അല്പം കൂടി കടന്ന ഉത്തരവാദിത്വം ഇത്തരം സന്ദർഭങ്ങളിൽ ഗവർണർക്കാണ് ഉള്ളത്. അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് രാജ്യത്ത് RSSന്റെ അതേ നിലപാട് തന്നെ ഒരു ഗവർണർ പോസ്റ്റിലേക്ക് വന്നാലും ഞങ്ങളെല്ലാം ഇങ്ങനെ കാണിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ വെളിവാക്കപ്പെടുന്ന ഒരു കാര്യം. ശരി, വളരെ നന്ദി എച്ച് സലാം ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.